സോ നമ്മൾ ഇന്ന് ബ്ലൂ ലോക്ക് മാങ്കയിലെ തന്നെ ചില ചാപ്റ്റേഴ്സിലെ ചില മാച്ചസ് ഒന്നും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഞാനത് അനിമേഷൻ വരുമ്പോൾ കണ്ടാവുന്നാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ എല്ലാവരും ചോദിക്കുന്നുണ്ട് ആ മാച്ചസ് വേണമെന്ന്. ഊബേഴ്സ് വേഴ്സസ് ബാസ്റ്റർ മൂഷൻ എന്നുള്ള മാച്ച് നമ്മൾ ഇന്ന് ഫുൾ ആയിട്ട് കവർ ചെയ്യും. ആൻഡ് ഈ കളിയിലാണ് ഇസാഗി ആദ്യമായിട്ട് ഗോൾ സ്കോറിംഗിൽ കൈസറിനെ ബീറ്റ് ചെയ്യുന്നത്. ഇതിന്റെ മുന്നേ നടന്ന കളിയിലൊന്നും ഇസാഗി ഒരു ഗോൾ പോലും അടിച്ചിട്ടില്ല കേട്ടോ, അത് ആലോചിക്കണം. ആൻഡ് ഐ പ്രോമിസ് നല്ല കിഡില മാച്ചാണ്. സോ ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ് കീപ് വാച്ചിങ്. സോ ചാപ്റ്ററിന്റെ ആദ്യം തന്നെ നമുക്ക് കാണിക്കുന്നത് നിയോൽ നോവയാണ്. നിയോൽ നോവ എല്ലാ കളിയിലും പോലെ തന്നെ ടീമിനെ സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. അതിൽ ആദ്യം തന്നെ ഗോൾ കീപ്പറിന്റെ പൊസിഷനിൽ ഗഗമാരും ആയിരിക്കും. ഇവർ രണ്ടുപേരും ഡിഫൻഡേഴ്സ്. അതിന് പുറമെ റൈറ്റ് വിംഗിൽ കൊറോണ ആൻഡ് ലെഫ്റ്റ് വിംഗിൽ യുക്കിമിയ ആൻഡ് ഡിഫൻസീവ് മിഡ്ഫീൽഡർ ആയിട്ട് റായ്ച്ചി. ഈ കാര്യത്തിൽ റായ്ച്ചി ഭയങ്കര സന്തോഷമായിരിക്കും, ഭയങ്കര ദേഷ്യത്തിലും ആയിരിക്കും. സന്തോഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ ടീമിലൊരു സ്ഥാനം കിട്ടി ഫസ്റ്റ് കളിയായിരിക്കും അവന്റെ. ആൻഡ് ദേഷ്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വന്നതൊരു സ്ട്രൈക്കർ ആയിട്ടല്ലേ. ഇപ്പൊ മിഡ്ഫീൽഡർ ഡിഫൻഡർ ഒക്കെ ആയിട്ട് കളിക്കുമ്പോൾ അതിന്റെ ഒരു ദേഷ്യം ഉണ്ടായിരിക്കും അവന്റെ മുത്ത്. അതിപ്പോ ഈ മാച്ചിൽ ഓൾമോസ്റ്റ് എല്ലാവരുടെയും അവസ്ഥ അങ്ങനെയൊക്കെ തന്നെ. എല്ലാവർക്കും സ്ട്രൈക്കർ ഒന്നും ആവാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് തന്നെ വേരിയസ് ആയിട്ടുള്ള പൊസിഷൻസ് ആണ് കൊടുക്കുക. വിധിയുടെ വിളയാട്ടം പോലെ തന്നെ റായ്ച്ചിക്ക് ഡിഫൻസീവ് മിഡ്ഫീൽഡർ ആയിട്ടാണ് കിട്ടുക. ആൻഡ് സെന്റർ മിഡ്ഫീൽഡർ ആയിട്ട് നെസ്സും ആൻഡ് ലെഫ്റ്റ് മിഡ്ഫീൽഡർ ആയിട്ട് ഗ്രിമ്മും ആൻഡ് റൈറ്റ് മിഡ്ഫീൽഡർ ആയിട്ട് ഇസാഗിയും ആയിരിക്കും. യെസ്, ഇസാഗി ഒരു മിഡ്ഫീൽഡർ ആയിട്ടായിരിക്കും കളിക്കുക. ആൻഡ് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ കളിയിൽ ഇസാഗി ഗോൾ അടിച്ചിട്ടുണ്ടാവില്ല, പക്ഷെ 3 അസിസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. സ്ട്രൈക്കർ ആവാത്ത ഇസാഗി ഇവിടെ സ്ട്രൈക്കർ ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ റൈറ്റ് സ്ട്രൈക്കർ ആയിട്ട് നമ്മുടെ കുനിഗാമിയും ലെഫ്റ്റ് സ്ട്രൈക്കർ ആയിട്ട് കൈസറും ആയിരിക്കും. ഇവർ രണ്ടുപേരും കഴിഞ്ഞ കളിയിൽ 2 ഗോൾ വെച്ച് അടിച്ചിട്ടുണ്ടാവും. ആൻഡ് ഇതിനുശേഷം നിയോൽനോവ നമുക്ക് ഊബേഴ്സിന്റെ കളി എങ്ങനെയാണെന്നുള്ള കാര്യം അവിടെ പറയുന്നത് നമുക്ക് കാണിക്കും. ഊബേഴ്സ് ഭയങ്കര ടാക്ടിക്കൽ ആയിട്ട് കളിക്കുന്ന ടീമാണ്. അവർ ഒരുപാട് ഫോർമേഷൻസ് ട്രൈ ചെയ്യും കളിയിൽ തന്നെ മാറി മാറിയിട്ട്. ആൻഡ് അവരുടെ മാസ്റ്റർ ആയിട്ടുള്ള സ്നഫിയും ഭയങ്കര കിടലായിട്ട് ടാക്ടിക്കൽ ആയിട്ട് കളിക്കുന്ന ഒരു പ്ലെയർ ആണ്. ഇതെല്ലാം നിയോൽ നോവ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നത് കാണിക്കും നമുക്ക്. ആൻഡ് സ്നഫി എന്തായാലും ഇസാഗിയെയും കൈസറിനെയും കളിയിൽ ക്രഷ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും ഇറങ്ങുക. സോ അത് ആരാണോ ഓവർകം ചെയ്യുന്നത് അവരാണ് ഈ ടീമിന്റെ കിങ് എന്ന് നോവ പറയും. ആൻഡ് ഈ കളിയിൽ ഇസാഗി അവന്റെ പെർഫോമൻസ് ഷോക്കേസ് ചെയ്യുന്ന സീനൊക്കെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഉറപ്പായിട്ട് ഷോക്കാവും. അത്രയും കിടിലനായിട്ട് ഇസാഗി ഈ കളിയിൽ കളിക്കും. ആൻഡ് ഇതിനുശേഷം നമുക്ക് 2 ടീമിനെ കാണിക്കും. ഊബേഴ്സിന്റെ ലൈനപ്പ് ആദ്യം കാണിക്കും. ഊബേഴ്സിന്റെ ലൈനപ്പ് കാണിച്ചതിന് ശേഷം നേരെ ബാറോ വന്നിട്ട് ഇസാഗിയെ ഹെഡ് ബഡ് ചെയ്യും. ആൻഡ് അതിനുശേഷം പറയും ഞാൻ മരിച്ചിട്ടാണെങ്കിലും നിന്നെ കൊല്ലാണ്ട് വിടില്ല എന്ന് പറയും. ആൻഡ് ഇതിനുശേഷം രണ്ടുപേരും തല ഒഴിഞ്ഞുകൊണ്ടിരിക്കും. ആൻഡ് ഇതിനുശേഷം ബാറോ എപ്പോഴും പോലെ തന്നെ ഇസാഗിയോട് പറയും നീ എന്താണ്, നീ ഒരു കീടമാണ് എന്റെ മുന്നിൽ, എനിക്ക് നിന്നെക്കാളും ഡബിൾ വാല്യൂ ഉണ്ട്. ആൻഡ് ഇത് കഴിഞ്ഞിട്ട് ബാക്കി ഉണ്ടാകുന്ന പ്ലേയേഴ്സ് ഒക്കെ പറയും ഞങ്ങളൊക്കെ ഹെൽപ്പ് ചെയ്തുകൊണ്ടാണ് നിനക്ക് ആ ഡബിൾ വാല്യൂ ഉള്ളതെല്ലാം ബാക്കി അവന്റെ കൂടുതലുള്ള പ്ലേയേഴ്സ് പറയും. കാരണം അവർ പാസ് ചെയ്യുന്നതുകൊണ്ടാണല്ലോ അവൻ ഗോൾ അടിക്കുന്നത്. ഇതിനുശേഷം ഐക്കു ഇസാഗിയോട് പറയുന്നത് കാണിക്കും നിന്റെ അടുത്തുള്ള ബ്ലൂ ലോക്കിന്റെ സ്റ്റോൺ ഇല്ലേ അത് ഞാനൊന്നും എടുക്കുന്നു പറയും. ആൻഡ് ഇത് കഴിഞ്ഞിട്ട് ഇസാഗിയും ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ഫയറപ്പ് ആവും. ആൻഡ് ഇതിന് ശേഷം മാച്ച് സ്റ്റാർട്ട് ചെയ്യും. ഈ മാച്ചിൽ 3 പേര് തമ്മിലാണ് കോമ്പറ്റീഷൻ. ബാറോ, ഇസാഗി, കൈസർ, ഈ 3 പേര് തമ്മിലാണ് ഈ മാച്ചിൽ ഏറ്റവും കൂടുതൽ വലിയ കോമ്പറ്റീഷൻ നടക്കാൻ പോകുന്നത്. ആൻഡ് ഈ മാച്ചിൽ ഇസാഗി സ്റ്റാർട്ടിങ് തൊട്ട് തന്നെ മെറ്റാവിഷൻ യൂസ് ചെയ്തിട്ട് 100% മെറ്റാവിഷൻ യൂസ് ചെയ്തിട്ടാണ് കളിക്കാൻ പോകുന്നത് തന്നെ തുടക്കത്തിൽ തന്നെ. ആൻഡ് വിസിൽ തൊട്ട് തന്നെ കൈസർ ആൻഡ് നെസ് 1-on-1 കളിച്ചിട്ട് ബാസ്റ്റർ മൂഷന്റെ ഫുൾ ഡിഫൻസിനെയും പൊട്ടിച്ചുകൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരിക്കും. ആൻഡ് മൊത്തം ഡിഫൻസും കൈസറിനെ നെസ്സിനെ ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും അങ്ങോട്ട് വേറൊരാളുടെ എൻട്രി ഉണ്ടാവുക. അങ്ങോട്ട് ഗ്രിം അവരെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി വരും. ആൻഡ് നെസ്സിനെ ഒരു ബൈറ്റ് ആക്കി മാറ്റിയിട്ട് കൈസർ ഇവിടെ ഗ്രിമ്മിനെ യൂസ് ചെയ്യും. ആൻഡ് ഇത് കണ്ടിട്ട് ഇസാഗി ആകെ സർപ്രൈസ് ആവും. കാരണം ആദ്യമായിട്ടായിരിക്കും നെസ്സിനെ ഒഴിവാക്കിയിട്ട് കൈസർ വേറൊരാളെ യൂസ് ചെയ്യുന്നത്. ആൻഡ് ഇങ്ങനെ ഈസി ആയിട്ട് തന്നെ നെസ് ഗോൾ അടിക്കാൻ വേണ്ടിയിട്ട് ഗോൾ പോസ്റ്റിന്റെ അടുത്തോട്ട് എത്തും. ആൻഡ് ഗോൾ പോസ്റ്റിന്റെ മുന്നിലെത്തി കൈസർ ഇമ്പാക്ട് വഴി കൈസർ യൂസ് ചെയ്യാൻ വേണ്ടി ഗോൾ അടിക്കാൻ വേണ്ടി നിൽക്കുമ്പോഴായിരിക്കും പെട്ടെന്ന് അവിടെ ഒരാളുടെ എൻട്രി ഉണ്ടാവുക. നിങ്ങൾ മുന്നുള്ള വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയുന്നുണ്ടായിരിക്കും. നിങ്ങൾ കൈസർ ഇമ്പാക്ട് വെച്ചിട്ട് കൈസർ ഗോൾ അടിക്കാൻ നിൽക്കുമ്പോഴൊക്കെ ഓൾമോസ്റ്റ് അത് ഗോൾ ആവാറുണ്ട്. വേറെ ആർക്കും വന്നത് തടുക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല. പക്ഷെ ഇവിടെ ഒരാൾ വന്നിട്ട് കൈസർ ഇമ്പാക്ട് ബ്ലോക്ക് ചെയ്യും. ആൻഡ് അവനാണ് ന്യൂ ജനറേഷൻ വേൾഡ് 11 ഡിഫൻസർ ലോറൻസോ, ഡോൺ ലോറൻസോ. ആൻഡ് ഇസാഗി ഇവന്റെ വീഡിയോസ് ഒക്കെ പണ്ട് കണ്ടിട്ടുണ്ട്. അതായത് ഇവൻ എങ്ങനെയാണ് കളിക്കുന്നുള്ള കാര്യമൊക്കെ ഇസാഗി വീഡിയോസ് കണ്ടിട്ടുണ്ട്. പക്ഷെ ഇവൻ ഇപ്പൊ ഈ ഗ്രൗണ്ടിൽ ഇവന്റെ കൂടെ കളിക്കുമ്പോൾ ഇസാഗിക്ക് ഒരുപാട് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുകയാണ്. കാരണം ഇപ്പൊ ഈ കൈസർ കൊണ്ടുപോയ ഗോൾ അത് എങ്ങോട്ട് പോകും, ഈ ബോൾ എങ്ങോട്ട് പോകും എന്നുള്ള കാര്യം ആർക്കും പ്രഡിക്ട് ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു. പക്ഷെ ലോറൻസോ അത് കറക്റ്റായിട്ട് പ്രെഡിക്റ്റും ചെയ്തു, കറക്റ്റായിട്ട് ടാക്കിളും ചെയ്തു. അതുകൊണ്ട് തന്നെ ഭയങ്കര ഇംപ്രസീവ് ആയിട്ട് തോന്നി ഇസാഗിക്ക്. ആൻഡ് ഇതിനുശേഷം കൈസറും ലോറൻസോയും തമ്മിൽ സംസാരിക്കുന്നത് കാണിക്കും. രണ്ടുപേരും ന്യൂ ജനറേഷൻ വേൾഡ് 11 പ്ലേയേഴ്സ് ആയതുകൊണ്ട് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും നല്ലോണം താറടിക്കും. ഈ കോൺവെർസേഷനിൽ നമുക്ക് മനസ്സിലാവും ലോറൻസോ ബാക്കിയുള്ളവരെ ഐഡന്റിഫൈ ചെയ്യുന്നത് അവരുടെ പേര് വെച്ചായിരിക്കത്തില്ല, അവരെത്രയാണ് ഏൺ ചെയ്തിരിക്കുന്നത്
അതിനനുസരിച്ചിട്ടായിരിക്കും. കാരണം എത്രത്തോളം ഏൺ ചെയ്ത പ്ലെയർ ആണോ അത്രത്തോളം അവന് ഡെസ്ട്രോയ് ചെയ്യണം. കാരണം അങ്ങനെയുള്ള ഒരാളെ ഡെസ്ട്രോയ് ചെയ്യുമ്പോഴാണ് അവന്റെയും വർത്ത് കൂടുക. ഇതിനുശേഷം പന്ത് കിട്ടിയ ലോറൻസോ കൗണ്ടർ അറ്റാക്ക് ചെയ്യും. അതായത് കൗണ്ടർ അറ്റാക്ക് ചെയ്ത് തുടങ്ങും. കൗണ്ടർ അറ്റാക്കിൽ ഓരോരുത്തരായിട്ട് ടാക്കിൾ ചെയ്തിട്ടായിരിക്കും പോകുന്നുണ്ടാവുക. ലോറൻസോനെ പിടിക്കാൻ വേണ്ടിയിട്ട് കുനിഗാമി വരും. ഒന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ റായിച്ചി ഉണ്ടാവും. റായിച്ചിയുടെ വാല്യൂ ആയിരിക്കും സീറോ ഉള്ള റായിച്ചി ഇവരെ തടുക്കാൻ നോക്കും. അവന് നന്നായിട്ട് അവിടുന്ന് താറടിച്ചിട്ട് നേരെ ലോറൻസോ പന്തെടുത്ത് മുന്നോട്ട് പോകും. റായിച്ചി ആദ്യമായിട്ട് ഒരാൾ അവന്റെ കളി കൊണ്ട് പേടിപ്പിക്കുന്നത് ലോറൻസോ ആണ്. അതായത് ലിറ്ററലി റായിച്ച് പേടിച്ച് നിന്ന് പോകുന്നു ചെയ്യാൻ പറ്റാണ്ട് ഇങ്ങനെ ലോറൻസോ ഒറ്റക്ക് എടുത്തുകൊണ്ട് പോകും പന്ത്. ആൻഡ് അവൻ പാസ് ചെയ്യാൻ നിൽക്കുമ്പോൾ ഇത് ടാക്കിൾ ചെയ്യാൻ പോലും പറ്റുന്നില്ല. പിന്നെ പാസ് ചെയ്യുമ്പോൾ പോലും ഒരാൾക്ക് ആ പന്ത് എടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ആൻഡ് ഏത് സ്പീഡിലാണ് പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പാനൽ കണ്ടാൽ മനസ്സിലാവും. ആൻഡ് അത്രയും സ്പീഡിലായിരിക്കും ലോറൻസോ പോകുന്നുണ്ടാവും. ആൻഡ് ലോറൻസോ നേരെ പോയിട്ട് കിങ്ങിന് അവിടുന്ന് ഒരു അസിസ്റ്റ് കൊടുക്കും. കിങ്ങിന് അസിസ്റ്റ് കൊടുക്കും. പന്ത് കിങ് അത് എടുക്കാൻ പോകുന്ന പാനലൊക്കെ അനിമയിൽ വന്നു കഴിഞ്ഞാണ്ടല്ലോ. ഇതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അനിമ വരണമെന്ന്. അത്രയും കിടലനായിട്ടുള്ള പാനലിൽ കിങ് ആ പന്ത് എടുക്കാൻ വേണ്ടി പോകും. ആൻഡ് കിങ് ആ പന്ത് എടുക്കാൻ വേണ്ടി കാലം നീട്ടുമ്പോഴായിരിക്കും അതിനേക്കാളും കിടലൻ എൻട്രിയിൽ ഇസാഗി അവിടെ വരിക. ആൻഡ് ഇസാഗി വന്നിട്ട് പറയും നൈസ് വർക്ക് ന്യൂ കിങ്. ആൻഡ് ഇസാഗിയുടെ ഈ ഇന്റർസെപ്ഷനിൽ ബാറോ ലിറ്ററലി ഭയങ്കരമായിട്ട് ആങ്കർ ആവും. അതിന് ബാക്കിയുള്ളവർ ഭയങ്കരമായിട്ട് ഷോക്കായി നിൽക്കും. പന്ത് ഇന്റർസെപ്റ്റ് ചെയ്തതിനു ശേഷം ബാസ്റ്റർ മുഷന്റെ കൗണ്ടർ അറ്റാക്ക് തുടങ്ങും. അതായത് ഇസാഗിയുടെ കൗണ്ടർ അറ്റാക്ക് തുടങ്ങും. ഈ മാങ്കയിലെ തന്നെ ഏറ്റവും ടോപ്പ് കൗണ്ടർ അറ്റാക്ക് ആണ് ഇത്. ഇസാഗി കുറോണയുടെ ഹെൽപ്പ് കൊണ്ട് തന്നെ 1-on-1 കളിച്ചിട്ട് നേരെ ഗോൾ പോസ്റ്റിന്റെ അടുത്തോട്ട് പോയിക്കൊണ്ടിരിക്കും. അതായത് അവിടുന്ന് ഒരു കൗണ്ടർ അറ്റാക്ക് അവിടുന്ന് ഗോൾ പോസ്റ്റിന്റെ അവിടെ നിന്ന് തുടങ്ങിയിട്ട് ഇങ്ങോട്ട് കൊണ്ടുകൊണ്ടിരിക്കും. ആൻഡ് യുക്കിമിയ സ്വന്തം ടീമിലാണെങ്കിൽ പോലും യുക്കിമിയയും ടാക്കിൾ ചെയ്തുകൊണ്ട് ഇസാഗി മുന്നോട്ട് കൗണ്ടർ ചെയ്തു പോകും കുറോണയുടെ സഹായത്തോടെ. ഇസാഗിയുടെ അടുത്ത് പന്ത് എടുക്കാൻ വേണ്ടിയിട്ട് നെസ് അങ്ങോട്ട് വരും. നെസ് ആലോചിക്കുന്നത് ഇസാഗി എപ്പോഴും റൈറ്റ് ഫുട്ട് വെച്ചിട്ടല്ലേ ഗോൾ അടിക്കില്ല. അതുകൊണ്ട് തന്നെ അവന്റെ റൈറ്റ് ഫുട്ട് ബ്ലോക്ക് ചെയ്ത് കളയാം. അപ്പൊ അവന് ഗോൾ അടിക്കാൻ പറ്റില്ല എന്ന് ആലോചിച്ചിട്ട് നെസ് അവന്റെ റൈറ്റ് ഫുട്ട് ബ്ലോക്ക് ചെയ്യാൻ നോക്കും. ആൻഡ് പറയും ഒരു ഗാർബേജ് എപ്പോഴും ഗാർബേജ് തന്നെ ആയിരിക്കും പറയും നെസ് ഇസാഗിയോട്. പക്ഷെ ഇസാഗി ഇവിടെ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഇസാഗി ഇതൊന്നും കേൾക്കാണ്ട് എല്ലാം ഇഗ്നോർ ചെയ്തിട്ട് അവിടെ മൊത്തം അനലൈസ് ചെയ്തിട്ട് അവൻ ലെഫ്റ്റ് ഫുട്ട് എടുത്ത് ഷൂട്ട് ചെയ്യും. ആ ഡയറക്റ്റ് ഷൂട്ട് അത് ഗോളാവും. ബാസ്റ്റർ മുഷന് വേണ്ടിയിട്ട് ഫസ്റ്റ് ഗോൾ അങ്ങനെ ഈ കളിയിൽ ഇസാഗി അടിക്കും. ആൻഡ് ഇത്രയും സഡൻ ആയിട്ടുള്ള ഈ ഗോള് കണ്ടിട്ട് ബാസ്റ്റർ മുഷനിലെ ടീമും ഊബേഴ്സിലെ ടീമിലെ എല്ലാവരും ഷോക്കായി നിന്ന് പോകും. കൈസറൊക്കെ ഷോക്കായി നിന്ന് പോകും. ആൻഡ് ഇപ്പൊ നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും എന്തുകൊണ്ടാണ് കൈസർ പന്തെടുക്കാൻ വരാഞ്ഞത്. കാരണം കൈസർ പന്തെടുക്കാൻ വരാഞ്ഞത് ഈ കളിയിൽ അവന്റെ ഒപ്പം നിൽക്കാൻ വേണ്ടിയിട്ട് അവന്റെ ഒരു പ്ലെയർ ഉണ്ട്. അതായത് ലോറൻസോ ഉണ്ട് അവിടെ. ലോറൻസോ ഉള്ളിടത്തോളം കാലം കൈസറിന് ലോറൻസോ മാറ്റി നിർത്തി വേറൊരു പ്ലെയറിനെ ടാക്കിൽ ഇത് കളിക്കാൻ പറ്റത്തില്ല. കാരണം ലോറൻസോ ഒരു വേൾഡ് 11 പ്ലെയർ ആണ്. ഇസാഗിയെ പോലെയല്ല, കൈസറിന്റെ അതേ വേവിലത്തുള്ള ഒരു പ്ലെയർ ആണ്. ഇതിനുശേഷം നമുക്ക് നെസ്സിനെ കാണിക്കും. നെസ് ആണെന്നുണ്ടെങ്കിൽ എന്താ ഇപ്പൊ അവിടെ ഉണ്ടായേ ആ ഒരു വൈബിൽ നിൽക്കായിരിക്കും. കാരണം എന്താ ഇപ്പൊ ഇസാഗി അവന്റെ ബോഡി വെച്ച് ചെയ്തത് നെസ്സിന് മനസ്സിലായിണ്ടാവില്ല. കാരണം റൈറ്റ് ഫുട്ടറായ ഇസാഗി പെട്ടെന്ന് ഫൂട്ട് മാറ്റി ലെഫ്റ്റ് ഫുട്ടിലോട്ട് എങ്ങനെ അടിച്ചെന്നുള്ള കാര്യം നെസ്സിന് മനസ്സിലായിണ്ടാവില്ല. ആൻഡ് ഇപ്പൊ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്റെ പഴയ വീഡിയോസ് എടുത്ത് കണ്ടാൽ മതി. അതിലുണ്ട് ഇസാഗി എങ്ങനെയാണ് 2 ഫൂട്ടും വെച്ചിട്ട് ഗോൾ അടിക്കാൻ പഠിച്ചെന്നുള്ള കാര്യം അതിൽ ഞാൻ എക്സ്പ്ലെയിൻ ആയിരുന്നു. ആൻഡ് ഇതിനുശേഷം മാച്ച് വീണ്ടും സ്റ്റാർട്ട് ആവും. കിക്ക് ഓഫിന് ശേഷം വീണ്ടും പന്ത് ഇസാഗി ഇന്റർസെപ്റ്റ് ചെയ്യും. പക്ഷെ ഇപ്രാവശ്യം ഇന്റർസെപ്റ്റ് ചെയ്ത പന്ത് ബാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഊബേഴ്സിലെ എല്ലാ പ്ലേയേഴ്സും വരും. ആൻഡ് നീക്കോ വന്നിട്ട് പന്ത് എടുക്കും ഇസാഗിയുടെ കയ്യിൽ നിന്ന്. ആൻഡ് ഇവിടെ നിന്ന് ഇസാഗി ഭയങ്കരമായിട്ട് ഊബേഴ്സിന്റെ പ്ലേയിൽ ഇംപ്രസ് ആവും. കാരണം മൊത്തം പ്ലേയേഴ്സും ഒരേ കോർഡിനേഷനിലായിരിക്കും അവർ കളിക്കുന്നുണ്ടാവുക. എല്ലാവരും കൂടി ചേർന്നിട്ട് ഒരു വലിയ ജയന്റ് ക്രീച്ചറിനെ പോലെ ആയിരിക്കും അവരെല്ലാവരും കൂടി ചേർന്ന് കളിക്കുന്നുണ്ടാവുക. ആൻഡ് പന്തെടുത്ത നീക്കോ അവിടെ നേരെ കൗണ്ടർ ചെയ്ത് മുന്നോട്ട് പോകും. ആൻഡ് കൗണ്ടർ ചെയ്ത് മുന്നോട്ട് പോയതിനു ശേഷം ബാറോക്ക് പാസ് ചെയ്യും. ബാറോക്ക് പാസ് ചെയ്തതിനു ശേഷം ഗഗമാർ ചിന്തിക്കും ഇപ്പൊ ബാറോക്ക് എന്തായാലും പന്ത് പോയി കഴിഞ്ഞാൽ ബാറോ വീണ്ടും ആർക്കൊന്നും പാസ് ചെയ്യില്ല. ബാറോ ഒറ്റയ്ക്ക് തന്നെ അറ്റാക്ക് ചെയ്ത് ഗോൾ അടിക്കും. അതാണ് യൂഷ്വലി ബാറോന്റെ ഒരു ടെക്നിക്ക്. ഇത്രയും നാളും കണ്ടതിൽ ബാറോ ആർക്കും എന്തൊന്നും പാസ് കൊടുത്തിട്ടുണ്ടാവില്ല. ആൻഡ് ഇവിടെ യുക്കിമിയക്ക് ഒരു കവറായിട്ട് കിങ്ങിന്റെ മുന്നിലോട്ട് പോയിട്ട് പന്തെടുക്കാൻ വേണ്ടിയിട്ട് അവിടെ നിൽക്കും. ആൻഡ് എല്ലാരെയും സർപ്രൈസ് ആയിക്കൊണ്ട് ബാറോ നേരെ നീക്കോക്ക് ആ പന്ത് പാസ് ചെയ്യും. പന്ത് നേരെ നീക്കോ സെന്റോന് പാസ് ചെയ്യും. ആൻഡ് ഇങ്ങനെ ഗോൾ പോസ്റ്റിന്റെ മുന്നിൽ വെച്ചിട്ട് തന്നെ ഇവർ 3 പേരും അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്ത് കളിക്കുന്നു. അതും ഭയങ്കര സ്പീഡിലായിട്ട് പാസ് ചെയ്ത് കളിക്കുന്നത്. ഗഗമാർ മനസ്സിലാവുന്നില്ല പന്ത് എവിടെയാണെന്നുള്ള കാര്യം. ആൻഡ് ഗഗമാർ ഫുൾ പൊട്ടൻഷ്യൽ എടുത്ത് പന്ത് ട്രാക്ക് ചെയ്തിട്ട് പന്ത് തടുക്കാൻ വേണ്ടിയിട്ട് അവിടെ റെഡിയായി നിൽക്കും. പക്ഷെ പന്ത് തടുക്കാൻ വേണ്ടി റെഡിയായി നിൽക്കുന്നതിന്റെ മുന്നേ തന്നെ ബാറോയുടെ പാലിലോട്ട് പന്ത് പോയിണ്ടാവും. ആൻഡ് ബാറോ ഗോൾ അടിക്കാൻ വേണ്ടി കിക്ക് ചെയ്തിട്ടുണ്ടാവും. ഗഗമാറു ആ പന്ത് വരുന്നത് മര്യാദക്ക് കണ്ടിട്ട് പോലും ഉണ്ടാവില്ല. അത്രയും ഒരു ടാക്ടിക്കൽ ആയിട്ടുള്ള മൂവിലായിരിക്കും അവർ ഗോൾ അടിച്ചിട്ടുണ്ടാവുക. ആൻഡ് ഇത് സ്റ്റെൽത്ത് കിൽ ഷോട്ട് എന്നായിരിക്കും ബാറോ അതിനെ വിളിക്കുക. കാരണം അത്രയും സ്റ്റെൽത്ത് മോഡിൽ ആർക്കും കാണാൻ പറ്റാതെ ഇൻവിൻസിബിൾ ആയിട്ടായിരിക്കും ആ പന്ത് വന്നിട്ടുണ്ടാവുക. ആൻഡ് ഇവിടെ റിവീൽ ആവും മൊത്തം ഊബേഴ്സും ഇവോൾവ് ചെയ്യുന്നത്
കിങ്ങിന്റെ ചുറ്റുമാണെന്ന്. And ഇതിനേക്കാളും സർപ്രൈസ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാറോ ഇത്രയും നാളും ഒരാൾക്ക് പോലും പാസ് ചെയ്യാത്ത ബാറോ ഇപ്പോ പാസ് ചെയ്ത് കളിക്കുന്നു. അവൻ വേറൊരു സ്റ്റേറ്റിലായിരുന്നപ്പോ ഇസാഗിക്ക് ഒരു പാസ് കൊടുത്തിട്ടുണ്ട്, പക്ഷെ ഇപ്പോ അവനായിട്ട് തന്നെ ഡിസൈൻ എടുത്തിട്ട് അവൻ പാസ് ചെയ്തു. ഇതെല്ലാം ഒരാൾ കാരണം, സ്നഫി കാരണം. സ്നഫി ലിറ്ററലി ബാറോയെ ഫുള്ളായിട്ട് ചേഞ്ച് ചെയ്ത് കളഞ്ഞു. സ്നഫി ബാറോക്ക് മനസ്സിലാക്കി കൊടുക്കും അരഗന്റും ഈഗോയിസ്റ്റൊക്കെ ആയിട്ട് നടക്കുന്നത് അത്യാവശ്യമാണ്, പക്ഷേ ബാക്കിയുള്ളവരുടെ കൂടെ ചേർന്ന് ഫുട്ബോൾ കളിക്കുന്നതും അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണെന്ന്. കാരണം സ്നഫി അവന്റെ കൂട്ടുകാരനും ചെയ്ത അതേ തെറ്റ് തന്നെയാണ് ഇപ്പൊ ബാറോയും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആൻഡ് ബാറോ ഇത് നിർത്താണ്ട് സ്റ്റോപ്പ് ചെയ്യാണ്ട് തുടർന്നുകൊണ്ട് പോവാണെന്നുണ്ടെങ്കിൽ സെയിം കാര്യം തന്നെ ബാറോയുടെ അടുത്തുണ്ടാവും. സ്നഫിയുടെ ഫ്രണ്ട് ചെയ്ത പോലെ തന്നെ സ്നഫിയുടെ ഫ്രണ്ട് സൂയിസൈഡ് ചെയ്തിട്ടുണ്ടാവും. ഒരു ടൈമിൽ ഭയങ്കര കിടിലനായിട്ട് കളിച്ച് ടോപ്പിൽ നിന്നിരുന്ന ഒരു പ്ലെയർ ആയിരുന്നു. ബട്ട് സഡൻലി അവന്റെ പെർഫോമൻസ് ഡ്രോപ്പ് ആകാൻ തുടങ്ങി. ലാക്ക് ഓഫ് പ്രാക്ടീസ് കാരണം. ഭയങ്കര അരഗന്റ് ആയിരുന്നു, പിന്നെ ഭയങ്കര ഈഗോ വന്നിട്ടുണ്ടായിരുന്നു. അവനേക്കാളും മുകളിൽ വേറെ ആരും ഇല്ലാന്നൊരു മൈൻഡിലായിരുന്നു. ബട്ട് സ്നഫി സംഭവം ഇന്നെല്ലാം റിക്കവർ ആയി വന്നപ്പോഴേക്കും ഇവന്റെ ഫ്രണ്ടിന് ഇത് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് തന്നെ അവൻ സൂയിസൈഡ് ചെയ്തു. ആൻഡ് സ്നഫി ബാറോക്ക് ഒരു വാക്ക് കൊടുക്കും, അവൻ ഊബേഴ്സിന്റെ കിങ് ആക്കി മാറ്റും ബാറോനെ. പക്ഷെ ഈ കഥയും ഓഫർ എല്ലാം കേട്ടിട്ടും ബാറോ സമ്മതിക്കില്ല, നോ എന്ന് പറയും. ആൻഡ് അതിന്റെ റീസൺ ആയിട്ട് ബാറോ പറയും, ഞാൻ നിന്റെ ബഡ്ഡിയെ പോലെയല്ല. അത് ശരിയാണ്, കാരണം ബാറോ എപ്പോഴും പ്രാക്ടീസ് ചെയ്യുന്ന ഒരു മനുഷ്യനാണ്, വെറുതെ നടക്കുന്നില്ല. ബാറോ എപ്പോഴും പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യനാണ്. അതുകൊണ്ട് തന്നെ ബാറോ പറയും, ഞാൻ നിന്റെ ബഡ്ഡിയെ പോലെയല്ല. ആൻഡ് രണ്ടാമത്തെ കാര്യം, എന്നെ വേറൊരാളെ എനിക്ക് ആ ക്രൗൺ തരണ്ട, കിങ് ആവാനുള്ള ക്രൗൺ തരണ്ട, അത് ഞാൻ ഒറ്റയ്ക്ക് തന്നെ നേടിയെടുത്തോളാം എന്ന് പറയും. ആൻഡ് ഇങ്ങനെ റിജക്ട് ചെയ്തതിനു ശേഷം അവിടുന്ന് കുറച്ച് സമയത്തിന് ശേഷം അങ്ങനെ ബാറോ അവിടെ നിൽക്കുമ്പോൾ അവിടെ ലോറൻസോ വരും. ലോറൻസോ വന്നിട്ട് സ്നഫിയുടെ കഥയെല്ലാം പറഞ്ഞു കൊടുക്കും. അതായത് സ്നഫി എങ്ങനെയാണ് ലോറൻസോന്റെ ലൈഫിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് മാറിയത്, ലോറൻസോനെ എങ്ങനെയാണ് ഒരു ടീമിലോട്ട് കൊണ്ടുവന്നത്. ഈ ലോറൻസോ ആദ്യം ഒരു പിച്ചക്കാരനായിരുന്നു, പക്ഷെ ഇന്ന് ന്യൂ ജനറേഷൻ 11 പ്ലെയർ ആണ്. സ്നഫിയാണ് അതിനെല്ലാം കാരണമാണെന്നുണ്ടെങ്കിൽ പോലും ലോറൻസോയും ഫുൾ അവന്റെ 100% കൊടുത്തിട്ട് അവിടെ നിന്നിട്ടുണ്ട്. ആൻഡ് ഇതിനുശേഷം ലോറൻസോ ബാറോ അടുത്ത് പറയും, നിന്നെ കിങ് ആക്കാന്ന് സ്നഫി പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെറുതെ അങ്ങ് കിങ് ആക്കുകയല്ല, അതിന് നീയും നന്നായിട്ട് കഷ്ടപ്പെടേണ്ടി വരും, നീ നിന്റെ 100% കൊടുക്കേണ്ടി വരും. അങ്ങനെ സംഭവം ലോറൻസോ ബാറോയെ പറഞ്ഞ് മനസ്സിലാക്കും. ബാറോയെ ഒന്ന് ആലോചിച്ചതിന് ശേഷം അവസാനം അവനും സമ്മതിക്കും സ്നഫിയുടെ ഹെൽപ്പ് എടുക്കാന്നുള്ള കാര്യം അവനും സമ്മതിക്കും. പക്ഷെ സ്നഫിയുടെ ഒരു സക്സസർ ആയിട്ടോ അല്ലെങ്കിൽ ഊബേഴ്സിന്റെ കിങ് ആയിട്ടോ അല്ല, ഈ വേൾഡിലെ തന്നെ ഫുട്ബോളിന്റെ കിങ് ആക്കി മാറ്റണം എന്ന് പറയും. ആൻഡ് അങ്ങനെ ആ ഡീലിന് സ്നഫിയും സമ്മതിക്കും. ആൻഡ് കിങ് ഇത്ര നാളും ആരായിട്ടും കോർപ്പറേറ്റ് ചെയ്യാത്ത കിങ് ഇവിടെ സ്നഫിയുടെ വാക്കും കേട്ട് കോർപ്പറേറ്റ് ചെയ്ത് കളിക്കാൻ വേണ്ടി തീരുമാനമെടുക്കും. ആൻഡ് ഇവിടെ കട്ടിത് ഫ്യൂച്ചറിൽ വന്നപ്പോ ബാറോ ഇസാഗിയെ എടുത്ത് ഭയങ്കര അറഗനിൽ ചോദിക്കും, എന്താടാ ഇത്രയുള്ള നിന്റെതൊക്കെ എന്ന് ചോദിക്കും. കാരണം ഇസാഗി ഇവിടെ ഒന്നും ചെയ്തിട്ടുണ്ടാവില്ല. ഊബേഴ്സ് എത്ര ഫാസ്റ്റ് ആയിട്ടാണ് ആ കളി കളിച്ചത്, അതൊന്നും ഇസാഗിക്കൊന്നും റീഡ് ചെയ്യാൻ പോലും പറ്റിയിട്ടുണ്ടാവില്ല. ആൻഡ് ഇങ്ങനെ ഊബേഴ്സിന്റെ ടാക്ടിക്കൽ ആയിട്ടുള്ള കളി ഒരു ഭാഗത്തും ബാറോന്റെ ഈ പുതിയ സ്കിൽസ് ഒരു ഭാഗത്തും. കാരണം ബാറോ ഇപ്പൊ അടിച്ച ഈ ഗോളില്ലേ, അത് റിന്നിനെ മാത്രമേ ബ്ലൂ ലോക്കിൽ അടിക്കാൻ പറ്റുള്ളൂ, അങ്ങനെ ഒരു ഗോളായിരുന്നു അത്. ബാറോ ചുമ്മാ ഒരു ഗോൾ അടിച്ചതല്ല, കറക്റ്റ് മൊമെന്റിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തെന്ന് അടിച്ചേ കണ്ടു. അതുകൊണ്ടായിരുന്നു ഗഗമാറുവിന് അതൊന്നും റീഡ് ചെയ്യാൻ പോലും പറ്റാഞ്ഞ് നോക്കിയിരുന്നത്. ആൻഡ് ഇങ്ങനെ ബാറോ യൂസ് ചെയ്യുന്ന ഈ ഐസിന് ഇസാഗി ഒരു പുതിയ പേരോടും. ആൻഡ് ആ പേരാണ് ദ പ്രിഡേറ്റർ ഐസ്. ഇതിനുശേഷം നമുക്ക് നെസ്സിനെ കാണിക്കും. ഭയങ്കരമായിട്ട് ഫ്രസ്ട്രേറ്റഡ് ആയിട്ടിരിക്കും നെസ്. കാരണം നെസ്സിനെ കൊണ്ട് ഒരു ഉപകാരം ഉണ്ടാവുന്നില്ല കൈസറിന് ഗോൾ അടിക്കാൻ വേണ്ടിയിട്ട്. ഒന്നും ചെയ്യാൻ പറ്റാത്ത നെസ് ഭയങ്കര ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് നിൽക്കുമ്പോൾ കൈസർ അങ്ങോട്ട് വരും. കൈസർ വന്നിട്ട് നെസ്സിനോട് പറയും, നീ ജസ്റ്റ് ലോറൻസോ എന്റെ അടുത്തൊന്ന് മാറ്റി നിർത്തിയാൽ മതി, ബാക്കിയുള്ള കാര്യം ഞാൻ നോക്കിക്കോളാം എന്ന് കൈസർ പറയും. ആൻഡ് ഇതിനുശേഷം യുക്കിയമ്മയും കൊറോണയും തമ്മിലുള്ള ചാറ്റ് കാണിക്കും. അവിടെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവര് എങ്ങനെയാണ് ഇവരിനി കളിക്കുന്ന കളിയെ എതിർത്ത് നിൽക്കുക കളിയായിരിക്കും അവർ ആലോചിച്ചുകൊണ്ടിരിക്കുക. കാരണം ഇവരിപ്പോ ഈ ടീം വർക്ക് ആയിട്ട് കളിക്കുന്നതിന് എതിർക്കാൻ വേണ്ടിയിട്ട് ഒരു പ്ലാനും ഇപ്പൊ ബാസ്റ്റർ മുഷന്റെ അടുത്തില്ല. അതിനുശേഷം വീണ്ടും റീസ്റ്റാർട്ട് ആവും. റീസ്റ്റാർട്ട് ആകുമ്പോൾ ഒരു തീരുമാനം എടുക്കും, ഡുവൽസ് കളിക്കാന്ന്. 1-on-1 ആരാണോ പിക്ക് ചെയ്തിട്ട് അവരെ വെച്ച് ഡുവൽസ് കളിക്കാം, അങ്ങനെ മാത്രമേ ഇവരെ തോൽപ്പിക്കാൻ പറ്റുള്ള കാര്യം തീരുമാനിച്ചിട്ട് ഡുവൽസ് കളിക്കാൻ തുടങ്ങും. ആൻഡ് റീസ്റ്റാർട്ട് ആയതിനുശേഷം നെസ്സും കൈസറും കൂടി എടുത്ത് പന്തെടുത്ത് മുന്നോട്ട് പോകും. ഇവിടെ ലോറൻസോ കൈസറിനെ ബ്ലോക്ക് ചെയ്യാൻ വരുമ്പോൾ നെസ് നേരെ അവനെ കയറി ബ്ലോക്ക് ചെയ്യും. ആൻഡ് നെസ് ഇവിടെ പന്ത് കൈസറിന് പാസ് കൊടുക്കുമ്പോൾ അതും ഊബേഴ്സ് റീഡ് ചെയ്തിട്ടുണ്ടാവും. ആര്യോ കറക്റ്റ് ആയിട്ട് വന്നിട്ട് ആ പാസ് ഇന്റർസെപ്റ്റ് ചെയ്യും. ആൻഡ് അവിടുന്ന് ഡിഫ്ലക്ട് ആയ പന്ത് നേരെ ലോറൻസോന്റെ അടുത്ത് പോകുമ്പോൾ നേരെ ഇസാഗി വന്നിട്ട് ഇന്റർസെപ്റ്റ് ചെയ്യും. ആൻഡ് ലോറൻസോ ഷോക്ക് ചെയ്ത് കളയും. അപ്പുറത്ത് നിൽക്കുന്ന നെസ്സു എന്ത് ചെയ്യാൻ പറ്റാണ്ട് നിൽക്കുമ്പോഴായിരിക്കും ഇസാഗിയുടെ കയ്യിൽ നിന്ന് പന്ത് എടുക്കാൻ വേണ്ടിട്ട് വേറൊരാൾ അങ്ങോട്ട് വന്നിട്ട് പന്ത് ടാക്കിൾ ചെയ്യാൻ. നീക്കോ അങ്ങോട്ട് വന്നിട്ട് ഇസാഗിയുടെ കയ്യിൽ നിന്ന് പന്ത് ടാക്കിൾ ചെയ്യും. ആൻഡ് അപ്പ ഇസാഗിക്ക് മനസ്സിലാവും അവന്റെ അടുത്ത് മാത്രമല്ല ഇപ്പൊ മെറ്റാവിഷൻ അൺലോക്ക് ആയിട്ടുള്ളത്, നീക്കോയും മെറ്റാവിഷൻ അൺലോക്ക് ആയിട്ട് തന്നെയാണ് കളിക്കുന്നത്. ആൻഡ് രണ്ടുപേരും ഒരേ രീതിക്കാണ് മാച്ച് റീഡ് ചെയ്യുന്നതും ഒരേ സ്ഥലത്താണ് പന്ത് എടുക്കാൻ വേണ്ടിട്ട് വന്നതും. ആൻഡ് ഈ ടാക്കിളിന് ശേഷം രണ്ട് ടീമും ഭയങ്കര ഹൈപ്പായിട്ട് നിൽക്കും. രണ്ട് ടീമും ഗോൾ സ്കോറിംഗിൽ ഇപ്പോൾ 1-1
1-1 ആണ്. ആൻഡ് രണ്ട് ടീമിലും ഇപ്പോൾ ഓരോരുത്തർ വെച്ചിട്ട് ഓരോന്ന് റീഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇസാഗി ഫ്യൂച്ചറിൽ നടക്കുന്ന റീഡ് ചെയ്ത് നോക്കുമ്പോൾ ബാറോ ഷൂട്ടിംഗ് ചാൻസസ് റീഡ് ചെയ്തുകൊണ്ട് നടക്കായിരിക്കും. ആൻഡ് ഇതിനുശേഷം നമുക്ക് കൈസറിനെ കാണിക്കും. കൈസർ ആണെന്നുണ്ടെങ്കിൽ ഭയങ്കര സീരിയസ് ആയിട്ട് നിൽക്കുകയായിരിക്കും. ആൻഡ് അവന്റെ അടുത്തൊരു പുതിയ ട്രംപ് കാർഡ് കിട്ടിയിട്ടുണ്ട്. ആ ട്രംപ് കാർഡ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് കൈസർ റെഡി ആയിരിക്കും. ആൻഡ് ഇതിനുശേഷം മാച്ച് വീണ്ടും റീസ്റ്റാർട്ട് ആവും. ആൻഡ് പന്ത് ഇപ്പോൾ ഉള്ളത് നെസ്സിന്റെ അടുത്തായിരിക്കും. നെസ് കൈസറിന് വേണ്ടിയിട്ട് പാസ് ചെയ്യാൻ നിൽക്കായിരിക്കും. ആൻഡ് നെസ് പാസ് ചെയ്യാൻ നിൽക്കുമ്പോൾ പെട്ടെന്ന് തന്നെ അങ്ങോട്ട് കുനിഗാമി ഒരു സ്വന്തം ടീമിലുള്ള കുനിഗാമി പന്ത് എടുത്തിട്ട് ഗോൾ പോസ്റ്റിന്റെ അടുത്തോട്ട് ഓടിക്കൊണ്ടിരിക്കും. സത്യത്തിൽ സ്വന്തം ടീമിലുള്ള ആളാണ് ആലോചിക്കണേ. ആൻഡ് കുനിഗാമി ഇങ്ങനെ പന്തെടുത്ത് ഓടിക്കൊണ്ടിരിക്കും. ആൻഡ് അപ്പോൾ ഓബേഴ്സിന്റെ പ്ലേയേഴ്സ് അവിടെ ടാക്കിൾ ചെയ്യാൻ വേണ്ടിയിട്ട് വരും, പന്തെടുക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് വരും, ഡിഫൻഡേഴ്സ് വരും. പക്ഷേ കുനിഗാമി ലാസ്റ്റ് 2 കളിയിലെ പോലെ തന്നെ ഈ കളിയിലും ആർക്കും പാസ് ചെയ്യാണ്ട് ഒറ്റക്ക് തന്നെ എല്ലാവരെയും ഡ്രിബിൾ ചെയ്തിട്ട് മുന്നോട്ട് പോകും. ആൻഡ് ഇസാഖി ഇത് കണ്ടതിന് ശേഷം ഇസാഖി മനസ്സിലാലോചിക്കും ഇപ്പൊ ഇങ്ങനെ പോകും. പക്ഷേ മെയിൻ ഡിഫൻഡേഴ്സിന്റെ അടുത്ത് എത്തുമ്പോൾ എന്തായാലും ഇവന്റെ ഇങ്ങനെ പോകുന്നത് നടക്കില്ല എന്നുള്ള കാര്യം ഇസാഖി മനസ്സിലാലോചിച്ചുകൊണ്ടിരിക്കും. ആൻഡ് ഇത് ഇസാഖി മാത്രമായിരിക്കില്ല റീഡ് ചെയ്തുകൊണ്ടിരിക്കുക. ഇത് സെയിം കാര്യം തന്നെ നീക്കോയും അവിടെ റീഡ് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. ആൻഡ് നീക്കോ നേരെ കുനിഗാമിയെ തടുക്കാൻ വേണ്ടി അങ്ങോട്ട് എത്തുമ്പോൾ നീക്കോയുടെ മുന്നിൽ തന്നെ പെട്ടെന്ന് റായിച്ച് കയറി നിൽക്കും. ആൻഡ് പന്ത് നേരെ ഇസാഗി അവിടുന്ന് സ്റ്റീൽ ചെയ്യും. ആൻഡ് സ്റ്റീൽ ചെയ്തതിനു ശേഷം കുറോണയുടെ സഹായത്തോടെ തന്നെ ഇസാഗി മുന്നോട്ട് പോയിരിക്കും പന്ത് എടുത്തിട്ട്. അപ്പൊ ഇസാഗിയുടെ മുന്നിൽ ആര്യോ വരും. ആൻഡ് തന്നെ ഐക്കും അങ്ങോട്ട് വരും. ആൻഡ് ഐക്കു വന്നതിന് ശേഷം വേറെ വഴിയൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇസാഗി അവന്റെ ലെഫ്റ്റ് ഫുട്ട് എടുത്തിട്ട് പന്ത് കിക്ക് ചെയ്യാൻ നിൽക്കും. പക്ഷെ ഐക്കു കാര്യം മനസ്സിലാവും. ഐക്കു ചിരിച്ചോണ്ട് പറയും നീ ബാക്കിയുള്ളവരെ പൊട്ടന്മാരാക്കാം, പക്ഷെ എന്നെ നിനക്ക് പൊട്ടനാക്കാൻ പറ്റില്ല, ബിക്കോസ് ഐ നോ യുവർ ലെഫ്റ്റ് ഡയറക്ട് ഷൂട്ട് എന്ന് ഐക്കു പറഞ്ഞിട്ട് ഇസാഖിയുടെ മുന്നിൽ ഒരു മതില് പോലെ നിൽക്കും. ആൻഡ് ഇങ്ങനെ കണ്ട ഐക്കുനെ കണ്ട ഇസാഖി ലിറ്ററലി ഷോക്കായി പോകും. കാരണം എന്താ ചെയ്യേണ്ടതെന്ന് അറിയാണ്ട് നിൽക്കും. ആൻഡ് ഒരു വഴിയില്ലാതെ നിൽക്കുമ്പോഴായിരിക്കും പെട്ടെന്ന് തന്നെ ലെഫ്റ്റ് സൈഡിലൂടെ യുക്കീമിയ അങ്ങോട്ട് വരാൻ. യുക്കീമിയ അങ്ങോട്ട് വന്നതിന് ശേഷം ഇസാഖിയോട് പാസ് ചെയ്യാൻ വേണ്ടി പറയും. ആൻഡ് വേറെ വഴിയൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ യുക്കീമിയക്ക് പന്ത് ഇസാഖി അവിടെ നിന്ന് പാസ് ചെയ്യും. വേറെ ഒരു വഴിയില്ലായിരുന്നു. കംപ്ലീറ്റ് ആയിട്ട് ഐക്കു ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുന്നു. പാസ് കൊടുത്ത പന്ത് യുക്കീമിയക്ക് കിട്ടുന്നതിന്റെ മുന്നേ തന്നെ ലോറൻസോ മുന്നിൽ കയറി വരും. ആൻഡ് ലോറൻസോ മുന്നിൽ കയറി വന്നതിന് സർപ്രൈസ് ആയി നിൽക്കുമ്പോഴായിരിക്കും അടുത്ത സർപ്രൈസ് ആയിട്ട് കൈസർ അങ്ങോട്ട് വരിക. ആൻഡ് അതുകൊണ്ട് തന്നെ ആ പാസ് നേരെ മാറ്റിയിട്ട് ഇസാഖി വേണ്ടെങ്കിൽ പോലും നേരെ കൈസറിന് പാസ് ചെയ്യും അത്. ആൻഡ് പന്ത് കൈസറിന്റെ കാലിലോട്ട് ഇങ്ങനെ വോളി അടിക്കാൻ വേണ്ടിയിട്ട് കൈസർ റെഡി ആയി നിൽക്കുമ്പോഴായിരിക്കും നേരെ സെന്റോ മുന്നിൽ വരിക. പക്ഷെ ഈ സെന്റോ വരുന്നുള്ള കാര്യം കൈസർ ഓൾറെഡി പ്രിഡിക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത്രയും നടന്ന കാര്യങ്ങളെല്ലാം കൈസർ ഓൾറെഡി പ്രിഡിക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് കൈസർ ഫെയിന്റ് യൂസ് ചെയ്തിട്ട് ആര്യന്റെ മുകളിൽ കൂടെ ചാടിയിട്ട് കൈസർ ഇമ്പാക്ട് ചെയ്ത് വെച്ചിട്ട് ഒരു പെട അങ്ങോട്ട് പെടയ്ക്കുമ്പോൾ അടിച്ചാടി ഐക്യൂനെ നട്ട്മാക്ക് ചെയ്തിട്ട് നേരെ ഗോൾ പോസ്റ്റിൽ കയറിയിട്ട് ബാസ്റ്റർ മുഷന് വേണ്ടിയിട്ട് സെക്കൻഡ് ഗോൾ ആവും. ഇത് കണ്ടിട്ട് ഒരാൾ ഒഴിച്ചിട്ട് ബാക്കിയുള്ള എല്ലാവരും ഷോക്ക് ആവും. ലോറൻസോക്ക് അറിയാം കൈസറിന്റെ ക്യാപ്പബിലിറ്റി എന്നുള്ളത്. കാരണം അവനും വേൾഡ് 11 ജനറേഷനിലെ പ്ലെയർ അല്ലേ. ആൻഡ് നെസ് ആണെന്നുണ്ടെങ്കിൽ ആഹ്ലാദിപ്പിൻ എന്ന് പറഞ്ഞ പോലെ ഭയങ്കരമായിട്ട് സെലിബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. ആൻഡ് അങ്ങോട്ട് കൈസർ വരും. ആൻഡ് കൈസർ വന്നിട്ട് പറയും നിർത്ത്, ഇങ്ങനെ പൊട്ടന്മാരെ പോലെ ഓരോന്ന് കാണിച്ചു കൂട്ടല്ലേ എന്ന് പറയും. കാരണം കൈസറിന് അത്രയ്ക്ക് ഇത് വന്നിട്ടുണ്ടാവില്ല, സാറ്റിസ്ഫാക്ഷൻ വന്നിട്ടുണ്ടാവില്ല ഈ ഗോള് കാരണം തന്നെ. കാരണം ഈ ഗോളിന് അസിസ്റ്റ് കൊടുത്തത് ആരാന്നറിയോ? ഇസാഗിയുടെ ഒരു അസിസ്റ്റ് കാരണമാണ് ഇപ്പൊ ഒരു ഗോൾ അടിച്ചത്. അതുകൊണ്ട് തന്നെ ഒരു ഹൈനെ പോലെ കൈസറിനെ തന്നെ ഫീൽ ആവും. ആൻഡ് നെക്സ്റ്റ് ഗോള് അത് ഇവരുടെ ആരുടെ സഹായം എല്ലാം തന്നെ അടിക്കുന്നുള്ള കാര്യം കൈസർ അവിടെ തീരുമാനം എടുക്കും. ആൻഡ് ദാറ്റ്സ് ഇറ്റ് ഗൈസ്. ബാക്കി കഥ ഞാൻ അടുത്തൊരു പാർട്ടായിട്ട് പോസ്റ്റ് ചെയ്യാം. കാരണം ഞാനതൊരു ഫുൾ ലെങ്ത് ഒരു വീഡിയോ ആയിട്ട് ചെയ്യണം എന്നായിരുന്നു വിചാരിച്ചത്. പക്ഷെ എനിക്ക് കുറച്ച് പേഴ്സണൽ പ്രോബ്ലംസും പിന്നെ പരീക്ഷ അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ വന്ന് കയറി അതിന്റെ ഇടയിൽ. അപ്പോൾ സമയം ഒട്ടും കിട്ടുന്നില്ല യൂട്യൂബ് നോക്കാൻ വേണ്ടിയിട്ട്. അതാണ് ഞാൻ വീഡിയോസ് ഇപ്പോൾ കുറവിടുന്നത്. ഒരു 2 ദിവസം കൊണ്ട് എല്ലാം റെഡി ആക്കിയിട്ട് പഴയ പോലെ തന്നെ റെഗുലർ ആയിട്ട് വീഡിയോസ് ചെയ്യുന്നതാണ്. സോറി ഗൈസ്, എല്ലാം ഒന്ന് റെഡി ആക്കിയിട്ട് വരാം. അപ്പോൾ ഇതിന്റെ അടുത്ത പാട്ട് വേണമെന്നുണ്ടെങ്കിൽ എന്തായാലും താഴെ കമന്റ് ചെയ്ത് പറയാം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അടുത്ത വീഡിയോ കാണാം ഗൈസ്. ബൈ.